വെൽക്കം ബാക്ക് ടു Xylem Learning. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ നിങ്ങളുടെ EVSലെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ് ആ പുതിയ ചാപ്റ്റർ എന്ന് അറിയണ്ടേ? വെൻ ദ എർത്ത് ഷോക്ക്. ഭൂമി കുലുങ്ങി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഭൂമി കുലുങ്ങുന്നതിന് നമ്മളൊരു പേര് പറയും. എന്താ നമ്മൾ പറയാറ്? എർത്ത് ക്വേക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? ഭൂമി കുലുക്കം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭൂമി കുലുക്കം സംഭവിച്ചതൊക്കെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു പ്രകൃതി ദുരന്തമാണല്ലേ, അഥവാ നമ്മൾ നാച്ചുറൽ കലാമിറ്റി ആണെന്നൊക്കെ പറയും. എന്താ നമ്മുടെ എർത്ത് ക്വേക്ക് അഥവാ ഭൂമി കുലുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ നമ്മൾ ഈ എർത്ത് ക്വേക്കിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കിക്കേ. ഐ ആം ജസ്മ, ഒരു മോള്, നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞു മോള് കഥ പറയാണ്. എന്താണ്? ഐ ലീവ് ഇൻ ദ കച്ച് ഏരിയ ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ഏരിയയിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ ജസ്മ കുട്ടി താമസിക്കുന്നത്. അപ്പൊ ജസ്മ കുട്ടി നിങ്ങളോട് പറയുന്ന കഥയാണ് കേട്ടോ ഇത്. ഐ വാസ് 11 years old when there was an earthquake. അവിടെ ഒരു earthquake ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ജസ്മയ്ക്ക് എത്ര വയസ്സാണ്? 11 years old ആണ് അല്ലെ. 11 വയസ്സായിട്ടേ ഉള്ളൂ. കുഞ്ഞു കുട്ടിയാണ്, നിങ്ങളുടെയൊക്കെ പോലെയുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുഞ്ഞു കുട്ടിയാണ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഥ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തോ നമ്മുടെ ജസ്മക്കുട്ടി ഇതാ അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആളെന്തോ ഒരു സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി ഉണർന്നിരിക്കുകയാണ്. അപ്പൊ ആ സ്വപ്നം കണ്ടിട്ട് അപ്പൊ നമ്മുടെ ജസ്മക്കുട്ടി നമുക്ക് ആ ഒരു കഥ പറഞ്ഞു തരാണ്. എന്തോ പേടിപ്പെടുത്തുന്ന ഒരു കഥയാണല്ലേ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇറ്റ് വാസ് 26 January 2001. 2001 January 26 നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. January 26 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണല്ലേ. ഇതാ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. എവ്രി വൺ ഫ്രം ദ വില്ലേജ്, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ ഹാഡ് ഗാദേർഡ് ഇൻ ദ ഗ്രൗണ്ട് ഓഫ് ദ സ്കൂൾ ടു വാച്ച് ദ പരേഡ് ഓൺ TV. അപ്പൊ എന്താണ്? ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും, കുട്ടികളായിക്കോട്ടെ വയസ്സായിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവരും അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുകയാണ്. എന്ത് കാണാൻ വേണ്ടിയിട്ട്? TV-യിൽ പരേഡ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുകയാണ്. കാരണം അന്ന് എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ്. അപ്പൊ TV-യിൽ പരേഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കാണാൻ വേണ്ടി ആ വില്ലേജിലുള്ള എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി ഗ്രൗണ്ടിൽ, സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴെന്താ സംഭവിച്ചത്? സഡൻലി ദ ഗ്രൗണ്ട് വാസ് ഷേക്കിംഗ്. പെട്ടെന്ന് ആ ഗ്രൗണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. പീപ്പിൾ വാസ് സ്കെയർഡ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ. നമ്മൾ പേടിക്കൂല്ലേ, ആരാണെങ്കിലും പേടിക്കും. അപ്പൊ അവിടുത്തെ ആളുകളും പേടിച്ചു. എല്ലാവരും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാൻ തുടങ്ങി. നോ വൺ ന്യൂ ദാറ്റ് വാസ് ഹാപ്പനിങ് ആൻഡ് വാട്ട് ടു ഡു. ആർക്കും അറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പൊ പെട്ടെന്ന് എല്ലാം നിന്നിങ്ങനെ ഷെയ്ക്ക് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കും അറിയില്ല അല്ലെ, എന്താ ചെയ്യേണ്ടത്, എന്താണ് നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതേപോലെ തന്നെ അവിടുത്തെ ആളുകൾക്കും അറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാൻ തുടങ്ങി. There was total panic. എല്ലാവരും ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. എന്താണെന്നൊന്നും അറിയാണ്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതാ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് സംഭവം? എന്താ ഇപ്പൊ അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക? എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഭൂമി കുലുക്കമാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. ഇനി ഫ്യൂ മിനിറ്റ്സ്, കുറച്ചു മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ വില്ലേജ് വാസ് ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അവരുടെ ആ ഒരു വില്ലേജ്, ആ ഒരു ഗ്രാമം മൊത്തം എന്ത് ചെയ്തു? ഭൂമിയിൽ നിലം പതിച്ചു എന്നാണ് പറയണത്. എന്താണ്? വലിയ വലിയ കെട്ടിടങ്ങളും കടകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ഉണ്ടാവില്ലേ, ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് മണ്ണിൽ തകർന്നു വീണു എന്നാണ് പറയണത്. ആൾ അവർ തിങ്സ്, ക്ലോത്ത്സ്, പോട്ട്സ്, ഗ്രെയിൻസ് and food were trapped under stones, mud and wood from the fallen house. എന്താണ്? വീടൊക്കെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള അവരുടെ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ അല്ലെ. അത് മാത്രമല്ല അവരുടെ ഡ്രസ്സ്, അവരുടെ ബുക്സ്, അവരുടെ പാത്രങ്ങളെല്ലാം എന്തായി? മണ്ണിനടിയിൽ പെട്ടു. വീടൊക്കെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വീടിനകത്തുള്ള സാധനങ്ങളൊക്കെ മണ്ണിനടിയിലാവൂലേ. മണ്ണിന്റെ അതേപോലെ മരത്തടികളൊക്കെ വീണിട്ടുണ്ടാവും, വീടിന്റെ കല്ലുകളൊക്കെ വീണിട്ടുണ്ടാവും. അതിന്റെ അടിയിലാണ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ എന്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്, എത്ര പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ എന്താ പറയുന്നത്? അറ്റ് ദാറ്റ് ടൈം എവ്രി വൺ തോട്ട് ഓഫ് ടു തിങ്സ്. ആ സമയത്ത് എല്ലാ ആളുകളുടെയും മനസ്സിൽ 2 ചിന്തകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പേടിച്ച് ഓടിപ്പോയി രക്ഷപ്പെടണം എന്നാണോ? അല്ല. എന്തായിരുന്നു എല്ലാവരുടെ മനസ്സിലുള്ള 2 ചിന്തകൾ? എന്തായിരുന്നു? ടു സേവ് ദ പീപ്പിൾ ഹു ആർ ട്രാപ്ഡ്. കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കുക. അപ്പൊ വീട് പൊളിഞ്ഞു വീടുമ്പോ ആ വീടിനകത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അതിനടിയിൽ പെട്ട് കാണും. അവരൊക്കെ രക്ഷിച്ചുകൊണ്ട് വരണ്ടേ? അതായിരുന്നു ഒന്നാമത്തെ ചിന്ത. പിന്നെ എന്തായിരുന്നു? ടു ട്രീറ്റ് ദ ഇൻജേർഡ്. കുറെ ആളുകൾക്ക് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടാവൂലേ. ഇപ്പൊ ഈ കല്ലും അതേപോലെ വീടിന്റെ മേൽക്കൂരകളൊക്കെ നമ്മുടെ മേൽക്കൂടെ വീണ് കഴിഞ്ഞാല്, ശരീരത്തൂടെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുറിവുകളൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ എന്താണ്? ട്രീറ്റ് ചെയ്യാന്നൊക്കെ ആയിരുന്നു അവിടെയുള്ള ആളുകളുടെ ചിന്ത. ആളുകളെ രക്ഷിക്കാനും അവരുടെ മുറിവുകള് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനൊക്കെ ആയിരുന്നു നമ്മുടെ ആളുകൾ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇരുന്നിരുന്നത്. അപ്പൊ അതാ കണ്ടില്ലേ, നമ്മുടെ എർത്ത് ക്വേക്ക് കഴിഞ്ഞപ്പോൾ മണ്ണിനടിയിൽ
പോയവരെ രക്ഷപ്പെടുത്താനും അതേപോലെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെയാണ് അവിടെയുള്ള ആളുകൾ ശ്രദ്ധിച്ചിരുന്നത്. ദ വില്ലേജ് ഹോസ്പിറ്റൽ വാസ് ആൾസോ ഡാമേജ്ഡ്. എല്ലാം നശിച്ചതിന്റെ കൂട്ടത്തിൽ എന്തോ നശിച്ചു, അവരുടെ വില്ലേജിലുള്ള ഹോസ്പിറ്റൽ ആശുപത്രി എന്തായി, നശിച്ചു പോയി. അതും എന്ത് ചെയ്യും, അതൊരു ബിൽഡിംഗ് ആണല്ലേ, അതും എർത്തുകേക്ക് വന്നപ്പോ ഭൂമി കുലുങ്ങിയപ്പോൾ അതും എന്ത് ചെയ്തു, വീണ് നശിച്ചു പോയി. മെനി പീപ്പിൾ വർ സീരിയസ്ലി ഇൻജുർഡ്. ദ ഡോക്ടർ ട്രീറ്റഡ് പീപ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വില്ലേജേഴ്സ്. അപ്പൊ എന്താണ്, ആശുപത്രിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് ആരെയും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹോസ്പിറ്റൽ ഡാമേജ് ആയി പോയി. അപ്പൊ എന്ത് ചെയ്തു, ഡോക്ടർ നമ്മുടെ ആ വില്ലേജിലുള്ള ആളുകളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അവിടെ ഇൻജേർഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നത്, ഇതേപോലെ പരിചരിച്ചിരുന്നത്, ട്രീറ്റ് ചെയ്തിരുന്നത്. അവരുടെ മുറിക്ക് വേണ്ട മരുന്ന് വെച്ച് കൊടുക്കുന്നതും കയ്യും കാലൊക്കെ ഒടിഞ്ഞു പോയവരുടെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നതും ഒക്കെ ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിലും ഡോക്ടർ ആ വില്ലേജേഴ്സിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു, അതൊക്കെ ശരിയാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അടുത്ത എന്താ നോക്കിക്കേ, 6 people ഓഫ് അവർ വില്ലേജ് ഡൈഡ്. നമ്മുടെ ജസ്മക്കുട്ടി പറയാണ് അവരുടെ വില്ലേജിലെ 6 ആളുകൾ എന്ത് ചെയ്തു, മരിച്ചുപോയി. നമ്മുടെ എർത്തുക്വേക്ക് സംഭവിച്ചപ്പോ മരിച്ചുപോയി. മൈ ഗ്രാൻഡ് ഫാദർ വാസ് ആൾസോ ബറീഡ് അണ്ടർ ദ ഹൗസസ്. നമ്മുടെ ജസ്മക്കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറും എന്ത് ചെയ്തു, നമ്മുടെ മണ്ണിനടിയിൽ പെട്ട് വീട് ഇടിഞ്ഞു പോയപ്പോൾ അതിനടിയിൽ പെട്ട് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ദ എൻറ്റയർ വില്ലേജ് വാസ് സാഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. ആ ഗ്രാമം മുഴുവൻ ഭയങ്കര വിഷമത്തിലായി പോയി. പിന്നെ ആവാതിരിക്കും, ഇത്രയും ആളുകൾ മരിച്ചു, അവരുടെ വീടുകൾ തകർന്നു പോയി, അവരുടെ സാധനങ്ങളെല്ലാം മണ്ണിനടിയിൽ പെട്ടു. അപ്പൊ എന്താണ്, ആ ഗ്രാമം മൊത്തം ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഹൗസ് ഓഫ് മോട്ട ബാപ്പു ഹു ഈസ് ദ സർപഞ്ച് ഓഫ് അവർ വില്ലേജ് വാസ് നോട്ട് മച്ച് ഡാമേജ്ഡ്. അവരുടെ വില്ലേജിലെ സർപഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയില്ല, അതേപോലെ അവരുടെ നാട്ടിലുണ്ടായിരുന്ന സർപഞ്ച്, നമ്മുടെ മോട്ട ബാപ്പു എന്ന് പറയുന്ന സർപഞ്ചിന്റെ വീട് മാത്രം എന്ത് ചെയ്തിരുന്നില്ല, അത്ര ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹി ഗേവ് റൈസ് ആൻഡ് വീറ്റ് ടു എവരിവൺ ഫ്രം ഹിസ് ഗോഡൌൺ. അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ നിന്നുള്ള അരിയും ഗോതമ്പും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ആളുകൾക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥകൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും പരസ്പരം സഹായിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പഴയതുപോലെ ജീവിച്ചു പോരാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ മുറിവ് പറ്റിയവരാണെങ്കിലും പരസ്പരം സഹായിക്കുക, അതേപോലെ ഭക്ഷണം ഇല്ലെങ്കിൽ എല്ലാവരും പരസ്പരം സഹായിക്കുക, ഉള്ളവരില്ലാത്തവർക്ക് കൊടുത്ത് പരസ്പരം സഹായിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള അവസ്ഥകളെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ മോട്ടാ ബാപ്പു അപ്പൊ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഗോഡൌണിലുള്ള അരിയും ഗോതമ്പും ഒക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു. ഫോർ മെനി ഡേയ്സ് ദ വില്ലേജ് വിമൻ കുക്ക്ഡ് ഫുഡ് ടുഗദർ അറ്റ് മോട്ടാ ബാപ്പൂസ് ഹൗസ് ആൻഡ് ഫെഡ് എവരിവൺ. എന്താ ചെയ്തത്, അപ്പൊ എല്ലാവരും കൂടെ നമ്മുടെ മോട്ടാ ബാപ്പുവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ആ വില്ലേജിലുള്ള സ്ത്രീകളെല്ലാവരും ആ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ സ്വന്തം കാര്യം നോക്കി എനിക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവർ ആ സമയത്ത് ജീവിച്ചിരുന്നത്. നോക്കിക്കേ, ഇമാജിൻ ബീങ് വിത്തൗട്ട് എ ഹൗസ് ഇൻ ദ കോൾഡ് വിന്റർ. നല്ല തണുപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് വീടില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ പുറത്ത് നല്ല തണുപ്പാണ്, ഒരു വീടും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ തണുപ്പിൽ ജീവിക്കാന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫിയർ ആൻഡ് ദ കോൾഡ് കെപ്റ്റ് us awake in the nights. അവിടെയുള്ള ആളുകൾക്ക് പേടി കാരണോ അതേപോലെ തണുപ്പ് കാരണോ ഒന്നും രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. നോക്കി, അവരുടെ വീടുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അപ്പൊ പിന്നെ അവർക്ക് രാത്രി തണുപ്പത്ത് താമസിക്കാൻ വീടുണ്ടോ? ഇല്ല, അവർക്ക് പേടിയുണ്ട്. എപ്പോഴാണ് ഈ എർത്തുക്വേക്ക് വരാന്ന് അവർക്ക് അറിയില്ല, ഭൂമി കുലുക്കം എപ്പോഴാ വരാന്ന് അറിയില്ല. അപ്പൊ പേടിയോടെ അതേപോലെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അവർക്ക് അല്ലെ. All the time we were worried that there may be another earthquake. എന്താണ്, എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ പേടിയാണ്, എപ്പോഴാണ് അടുത്ത എർത്തുക്വേക്ക് വരിക എന്നുള്ള പേടിയിലാണ് അവരെല്ലാവരും എന്ത് ചെയ്തിരുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഈ എർത്തുക്വേക്ക് എന്ന് പറയുന്നത് വളരെ വളരെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണല്ലേ. നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ എർത്തുക്വേക്ക് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും എർത്തുക്വേക്ക് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് നടന്ന എർത്തുക്വേക്ക് കുറിച്ച് അറിയെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.